ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. സോ ഇന്നത്തെ കളി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു രണ്ട് ടീമിനും. കുറെ ടെൻഷൻ അടിച്ചു, അത്യാവശ്യം വെള്ളം കുടിച്ച കളി. ആരടാ പറഞ്ഞ് ചെന്നൈയൊക്കെ പുറത്തായി, ചെന്നൈയൊക്കെ എഴുതി തള്ളാറായി, അടുത്ത സീസണിൽ കാണാം, പിള്ളേര് കയറി വരുന്നത് കണ്ട. സോ ചെന്നൈ സൂപ്പർ കിങ്സ് ഇസ് ബാക്ക് ബേബീസ്. സന്തോഷായി, കുറെ ടെൻഷൻ അടിച്ചു. ഈ IPL തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി കുറച്ച് മാസം ടെൻഷൻ വേണ്ട, സ്ട്രെസ് വേണ്ട, കൂളായിട്ട് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിരിക്കാറുണ്ട്. ഈ സാധനം തുടങ്ങി അന്ന് തൊട്ടിട്ട് സമാധാനം പറഞ്ഞ സാധനമില്ല, എസ്പെഷ്യലി ചെന്നൈയുടെ കളി വരുമ്പോൾ. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു കളിയായിരുന്നു. ഡൽഹി അറിയാലോ, ഡൽഹി അത്ര ഫോമിലൊന്നും നിൽക്കുന്ന ടീമല്ല. സ്റ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് പ്രാന്താണ്. ആ ചെറുക്കൻ ചിലപ്പോൾ ചെണ്ട കൊട്ടനെ പോലെ ഇട്ട് കൊട്ടും. അപ്പൊ നമ്മുടെ രാഹുലും നിസംഗിയും കൂടി ഓപ്പണിംഗ് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ചെന്നൈയുടെ ബോളിംഗ് യൂണിറ്റ് ഈ സീസണത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ആ അക്കേൽ ഹുസൈനൊക്കെ എത്ര റണ്ണ് കൊടുത്താലും ഒരു കളിയിൽ പോലും അണ്ണനെ പുറത്തിരുത്താൻ പാടില്ല. വിക്കറ്റ് എടുത്തില്ലെങ്കിലും അണ്ണന്റെ ഡോട്ട് ബോൾസ് ദാറ്റ്സ് ടു പ്രഷ്യസ്. രാഹുലും അതേപോലെ തന്നെ നിസംഗിയൊക്കെ കംപ്ലീറ്റ്ലി ബീറ്റനായി അക്കേൽ ഹുസൈന്റെ ബോളിംഗിൽ. ആൻഡ് മുകേഷ് ചൗധരി ഖലീൽ അഹമ്മദിന് ഇഞ്ചുറി പറ്റിയപ്പോ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി ആര് വരും, വരുന്നത് ചിലപ്പോ വല്ല ചെണ്ടയായിരിക്കും പറഞ്ഞിട്ട്. പക്ഷെ മുകേഷ് ചൗധരി കിട്ടുവാണ് കേട്ടോ. മറ്റേ പത്തും നിസംഗയുടെ ബോള് വിക്കറ്റ് എടുത്താൽ ഡെലിവറി നോക്കിയാൽ മതി, ആ ബോള് മാത്രം അണ്ണൻ വേരിയേഷൻ കൊണ്ടുവന്നു. ദാറ്റ് വാസ് നൈസ്. പിന്നെ ഡൽഹിയുടെ സ്ഥിരം സംഭവം എന്താണ്, ഇവർക്ക് പവർ പ്ലേയിൽ അടിച്ച് കളിക്കണം എന്നുള്ള ഇന്റന്റേ ഇല്ല. ഇവരെന്തോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന പോലെയാണ്. അഞ്ചാമത്തെ ഓവറാണ്, അതായത് ഈ ഓവർ കൂടി കഴിഞ്ഞ പവർ പ്ലേ കഴിഞ്ഞു. ആ സമയത്താണ് രാഹുൽ അടിക്കാൻ നോക്കുന്നത്. എടേ, വിക്കറ്റ് പോയിട്ട് ആൾക്കാർ അടിക്കാതിരിക്കുന്നത് ശരി, സമ്മതിച്ചു കൊടുക്കുക. ഇത് വിക്കറ്റ്, ആകെ ഒരു വിക്കറ്റേ പോയുള്ളൂ. ആ സമയത്ത് ടൊക്ക് മുക്ക് അടിക്കാൻ പറ്റില്ല, എന്നാ അടിക്കാൻ നോക്കിക്കൂടെ. രാഹുൽ അടിക്കാൻ നോക്കി, രാഹുൽ പോയി. പിന്നീട് അങ്ങട് വിക്കറ്റിന്റെ പെരിയ മഴയായിരുന്നു. ദാ വരുന്നവനും പോണു, പോണവനും വരുന്നു, എല്ലാം പോയി. ഞാൻ വിചാരിച്ചു ഈ ടീമൊക്കെ സുഖമായിട്ട് വേഗം ഓൾ ഔട്ട് ആവാൻ പറഞ്ഞപ്പോ ക്രിസ്ത്യൻ സ്റ്റബ്സ് കൊടുത്തൊരു ക്യാച്ച് നൂർ അഹമ്മദ് വിട്ടു. ഇല്ലെങ്കിൽ തവിട്ട് പൊടിയായനെ ഡൽഹി ക്യാപിറ്റൽസ്. പിന്നീട് അവിടുന്ന് സമീർ റിസ്വിയും ട്രിസ്റ്റൻ സ്റ്റബ്സും കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. ഞാൻ ഇന്നേ വരെ കമ്പോജ് ഇത്രയും റണ്ണ് കൊടുത്ത ഒരു ഓവർ കണ്ടിട്ടില്ല. അമ്മാരി അടിയാണ് കമ്പോജിന് ലാസ്റ്റ് ഓവർ ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ആള് യോർക്കർ ഇടാൻ നോക്കണു, ഒന്നെങ്കിൽ ലോ ഫുൾ ടോസ് ആവണു, അല്ലെങ്കിൽ അത് വന്നിട്ട് ഫുൾ ടോസ് ആവണു. ആൻഡ് ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് 50 മീറ്റർ 53 മീറ്റർ ആ ചെറുക്ക് നോക്കി അടിച്ചു. ഷോക്കിംഗ് ആയത് ഓവർടൺ ബോളിംഗ് കൊടുത്തില്ല, ആകെ ഒരൊറ്റ ഓവറെ കൊടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ വല്ല ടാക്ടിക്കൽ ഡിസിഷൻ ആ പരിപാടിയോ വല്ല ആയിരിക്കും. പക്ഷെ ആ ഒരു ഓവറാണ് കിട്ടുവായി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓവർടൺ ആണ് ഈ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന പ്ലെയർ. നൂർ അഹമ്മദ് അക്കീൽ ഹുസൈനായിട്ട് കോംബോ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അധികം പ്രഷർ ഇല്ല. ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് റൊട്ടേഷനും ഫീൽഡ് പ്ലേസ്മെന്റും ക്യാപ്റ്റൻ ഋതു ഡിസേർവ്സ് എവറി അപ്രീസിയേഷൻ. 150 എത്തുന്നൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. അത് 150ന്റെ താഴെ ഇടത്ത് ചെന്നൈ അടിക്കും, അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ 156 57 ആകുമ്പോ ഉമ്മാരെ ബാറ്റിങ്ങിനെ നമ്പാൻ പറ്റില്ല, അതാണ് പ്രശ്നേ. സഞ്ജു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീട്ട് കൊട്ടാരം പോലെ വീഴും. ഐ വാസ് വെരി ടെൻസ്ഡ്. എസ്പെഷ്യലി ഫസ്റ്റ് ഓവറിലൊക്കെ 2 റണ്ണ 3 റണ്ണ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അക്സർ പട്ടേലിനെ കവറിന്റെ മുകളിൽ കൂടെ അണ്ണൻ 6 അടിച്ചു സഞ്ജു. ആൻഡ് ഡൽഹിയുടെ ബോളിംഗ് യൂണിറ്റ് പേപ്പറിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. സ്റ്റാർക്ക് ഉണ്ട്, നട്രാജൻ ഉണ്ട്, അതേപോലെ തന്നെ മറ്റേ എന്താണ് ലുങ്കി അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട്. കുൽദീപ് യാദവ്, അക്സർ പട്ടേല് ഭയങ്കര സ്ട്രോങ്. ആൻഡ് ലുങ്കി അണ്ണന്റെ മറ്റേ വേരിയേഷനും അതേപോലെ പേസ് ഓഫ് ഡെലിവറീസിനെ പറ്റിയൊന്നും ഞാൻ പറയണ്ടല്ലോ. അത് നോക്കണു, ഋതു അണ്ണൻ 13 ബോളിൽ 6 റൺ എടുത്ത് പോയി. അണ്ണ ഈ സമയത്താണ് പഞ്ചാബും RCB പോലുള്ള ടീംസിനൊക്കെ നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ RCBയുടെ ഫാൻസിനെ പറ്റി പറഞ്ഞാലും 120 ആണോ അവർക്ക് ടാർഗറ്റ്, 130 ആണോ, 200 ആണോ, 300 ആണോ, അവരുടെ ആറ്റിറ്റ്യൂഡ് സെയിം ആണ്. വരിക, അടിക്കുക, തൂറ്റിക്കുക. എന്നാൽ ഇവിടെ 13 ബോളിൽ 6 അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് വൺ പ്രഷറാണ് മറ്റേ പ്ലെയറിന് വരാൻ. സഞ്ജു സാംസണ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് സഞ്ജു ഇന്ന് കളിച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. വിത്തൗട്ട് സഞ്ജു വി ആർ നത്തിങ് ബാറ്റിംഗിൽ. അത് പറഞ്ഞേ പറ്റുള്ളൂ.
സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എഴുതി കാണിക്കുന്നത് സഞ്ജു കളിക്കാത്ത കളി തോറ്റു. സത്യമാണ്. സഞ്ജുവിന് അറിയാം ഇപ്പൊ ഒരു ഓവറിൽ ഒന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ ടാർഗറ്റ് ചെയ്യണം. ആൻഡ് ആളുടെ ഷോട്ട്സ് ഒക്കെ ഇപ്പൊ നോക്ക്, ഭയങ്കര ക്വാളിറ്റി ഷോട്ട്സ് ആണ്. ഈ സുത്രോം കുത്രോം അടിച്ച് തൂട്രോം ആസാനം അല്ലാതെ കൂടുതൽ 6 അടിക്കാതെ മാക്സിമം 4 അടിച്ച് ക്വാളിറ്റി ഷോട്ട്സ്. അക്ഷർ പട്ടേലിനും 6 അടിച്ചതും സ്റ്റാർക്കിന്റെ ഒരു ഓവറിൽ ഒരു റൺ എന്തോ കിട്ടി, ലുങ്കി എങ്കിഡിയുടെ ഒരു ഓവറിൽ ഒരു റൺ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഓവർ ആള് മറ്റേ നട്ടരാജിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 20-21 റൺ അടിച്ചു. അത് നൈസായിരുന്നു കേട്ടോ. പിന്നെ ഋതുരാജ് പോയപ്പോ ഊർവിൽ പട്ടേൽ വന്നു. ഊർവിൽ പട്ടേൽ ചിലപ്പോ വെരി ഷോർട്ട് ഇന്നിങ്സ് ആയിരിക്കും, 12 റൺ 15 റണ്ണൊക്കെ എടുക്കുള്ളൂ. അപ്പൊ ആരൊക്കെ ഞാൻ പറയുന്നത് കേട്ടു, ഊർവിൽ പട്ടേൽ ഇനി അടിക്കണം, ഇനി നിൽക്കണം. ഊർവിൽ പട്ടേലിന്റെ പണി അതാണ്. ആ 2 6ന്റെ വാല്യൂ നമുക്ക് ചിലപ്പോ കാണുമ്പോ മനസ്സിലാവില്ല. അത്രയും പ്രഷർ ചിലപ്പോ സഞ്ജുവിന്റെ തലേന്ന് പോയിണ്ടാവും. പവർ പ്ലേയില് 6 റൺ പെർ ഓവർ ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് മറ്റേ ഡൽഹിയേക്കാളും താഴെ. ആ സമയത്ത് ലുങ്കി എങ്കിടെ 2 6 അടുപ്പിച്ചടിച്ച് ടു ഗുഡ്. ആളൊന്നും കൂടി നിന്നിട്ട് വെച്ചാൽ കളിയൊക്കെ വേഗം തീർന്നിട്ടുണ്ടാവും. ഊർവിൽ പട്ടേലും പോയി ഹാർട്ടൊക്കെ ലപ്പുട്ടപ്പ് അടിയാൻ തുടങ്ങി. കാരണം ആരെ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം, ധൂബ് അണ്ണനെ ഇന്ന് ഫീൽഡിങ്ങിന് ഇറക്കിയില്ല. വളരെ വളരെ സന്തോഷമായി. ഡെയിലി അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്നെ ക്യാച്ച് വിടും, അവൻ ചിലപ്പോൾ 100 അടിക്കും. കാർത്തിക് ശർമ്മ വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് പോവില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ചിലപ്പോൾ ആള് ബോൾ എടുക്കും, 19 ബോൾ 18 റണ്ണൊക്കെ ആയിരിക്കും ആദ്യം എടുക്കുന്നുണ്ടാവുക, പക്ഷെ വിക്കറ്റ് പോവില്ല. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ആൻഡ് ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴേക്കും 2 പേരെ അടിച്ച് തൂറ്റിച്ചു ഡൽഹി. കുൽദീപ് യാദവിന് കിട്ടി, നട്ടരാജിന് നല്ലോണം കൊടുത്തു, സ്റ്റാർക്കിന് കൊടുത്തു, ലുങ്കി എങ്കിഡിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആകെ അക്ഷർ പട്ടേലിന് മാത്രം കൊടുത്തില്ല. ഹി വാസ് വെരി നൈസ് വിത്ത് ദ ബോൾ. ബാറ്റിംഗിലൊക്കെ അണ്ണ ഔട്ട് ആൻഡ് ഔട്ട് ഫെയിലിയർ. ഡൽഹിയെ മാക്സിമം പ്രകൃതി വരെ രക്ഷിക്കാൻ നോക്കിയിരുന്നു. കാരണം അത്രയും മരങ്ങൾ ഡൽഹി ഡോട്ട് ബോൾ പണ്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ. കൊടുങ്കാറ്റ പ്രകൃതി വാണിംഗ് കൊടുത്തു, അതായത് ഞങ്ങൾ വേണമെങ്കിൽ കൊടുങ്കാറ്റ് അടുപ്പിച്ച് തരാം, നിങ്ങൾ കളി നിർത്തിപ്പൊക്കോ, അതാ നല്ലത്. ഒരു മഴയും കൂടി പെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡൽഹിക്ക് ഒരു പോയിന്റ് കിട്ടിയേനെ. പ്രകൃതി വിചാരിച്ചു അത്ര വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടാന്ന്. കാരണം നമ്മളും കുറെ മരം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ എം വെരി ഹാപ്പി. ഇനിയിപ്പോ LSG ആയിട്ട് 2 കളിയുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു ചെപ്പക്കിൽ വെച്ചിട്ടാണ്, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. LSG 2 കളിയും കൂടി പൊട്ടിച്ചാൽ വി ആർ ലിറ്ററലി ബാക്ക്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ അവസാന ബെല്ലടിക്കുന്ന സമയത്ത് പ്ലേ ഓഫിൽ കയറിയിട്ട് കപ്പ് അടിക്കണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്നൊരു പോൾ ഇട്ട സമയത്ത് ചെന്നൈ കപ്പടിക്കും, RCB കപ്പടിക്കും, പഞ്ചാബ് കപ്പടിക്കും. ചെന്നൈക്ക് ഇവിടെ ഇരിക്കാൻ എന്ത് യോഗ്യതയാണ്, കാണിച്ചരടാ നിന്റെ അണ്ണാക്കിലടിച്ചേരും ചെന്നൈ, നോക്കിക്കോ. സോ ബ്രവിസിനൊന്നും ബാറ്റ് ചെയ്യാനുള്ള ചാൻസ് പോലും കിട്ടില്ല തോന്നുന്നു. ബട്ട് മതി, ഇങ്ങനെ സ്റ്റേബിൾ ആയി പോയാൽ മതി. ബോളിംഗ് യൂണിറ്റ് അടിപൊളിയാണ്. ഫീൽഡിംഗ് ഒക്കെ ഇന്നത്തെ പെട്ട സാധനങ്ങൾക്ക് ദൂബയില്ല. അതേപോലെ ബാറ്റിംഗിൽ ഒരാൾ ഇല്ലാത്ത സമയത്ത് വേറൊരാൾ ഒരു പ്രഷർ അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. വി ആർ ഗോയിങ് ടു വിൻ ദ ടൈറ്റിൽ. നമുക്ക് വേണമെങ്കിൽ RCBനെ വരെ പൊട്ടിക്കാൻ പറ്റും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ഇപ്പൊ സഞ്ജു ഇന്ന് ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള നോക്ക് കളിച്ചു. ഇതേപോലെ നാളെ സഞ്ജു പോയി കഴിഞ്ഞാൽ വേറൊരു പ്ലെയർ ഇങ്ങനത്തെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള നോക്ക് കളിക്കണം. അതോടുകൂടി സകല പ്രശ്നവും തീരും. So anyways, I am very happy today.